മുഖ്യമന്ത്രി വിട്ടുനിൽക്കേണ്ടേ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി വിട്ടുനിൽക്കേണ്ടതാണ്. പക്ഷേ ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ വിട്ടുനിൽക്കാനുള്ള സാധ്യത കുറവാണ് ഞാനും കാണുന്നത്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ട് നഷ്ടപ്പെട്ടത് വെള്ളാപ്പള്ളി എടുത്ത നിലപാട് കൊണ്ടുകൂടിയാണ് എന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയും. അതല്ലാത്ത കാരണങ്ങൾ കൂടി യഥാർത്ഥത്തിൽ ഇടതുപക്ഷം പരിശോധിക്കേണ്ടതാണ്. ഈ വെള്ളാപ്പള്ളി നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായി ഇപ്പോഴും തുടരുന്നു. എങ്ങനെ ഇത്രയും തീവ്രമായ മുസ്ലിം വിരോധം പറഞ്ഞിട്ടും അദ്ദേഹം ഇപ്പോഴും അധ്യക്ഷനായി തുടരുന്നതിനെതിരെ ഇന്നിപ്പോൾ LDFിലെ ഘടകകക്ഷികൾ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ ഈ നവോത്ഥാന സമിതിയിൽ നിന്ന് തന്നെ കൂടുതൽ രാജികൾ ഉണ്ടായിരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ ഈ വർഗീയ നാവ് കൊണ്ട് തന്നെയാണ് മുൻപ് ഉണ്ടായിട്ടുള്ളത്. ആദ്യം ഈ പറഞ്ഞ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി എന്ന രൂപത്തിൽ ഒരു സമിതി രൂപീകരിച്ചത് തന്നെ സുപ്രീം കോടതിയിൽ നിന്നുള്ള വിപ്ലവകരമായ ഒരു വിധി, ആ വിധി നടപ്പാക്കാൻ വേണ്ടിയുള്ള നല്ല ആവേശം ഇടത് സർക്കാരിനുണ്ടായിരുന്നു. ഒന്നാം പിണറായി സർക്കാർ അങ്ങനെയാണ് ഒരു നവോത്ഥാന സംരക്ഷണ സമിതി രൂപീകരിച്ചത്. അങ്ങനെ രൂപീകരിച്ചപ്പോൾ എല്ലാവരും വരട്ടെ സമിതിയിലേക്ക് എന്നൊരു രൂപത്തിലാണ് ആദ്യം അത് തുടങ്ങിയത്. ഒരുപാട് സമുദായ സംഘടനാ പ്രതിനിധികളുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് അതിൽ ഹിന്ദു പാർലമെന്റ് ജനറൽ സെക്രട്ടറി CP സുഗതൻ കൂടി അതിൻ്റെ ഭാരവാഹിയായത്. CP സുഗതൻ പിന്നീട് നടത്തിയ വർഗീയ പരാമർശം ഞെട്ടിക്കുന്നത്. കാരണം നവോത്ഥാന സമിതിയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതല വഹിക്കുകയും പിന്നീട് ഈ വനിതാ മതിൽ കൊണ്ടുവരുന്നത് ഈ സ്ത്രീകളെ ക്ഷേത്രത്തിലേക്ക് കയറ്റാനാണ്, ശബരിമലയിലേക്ക് കയറ്റാനാണെങ്കിൽ ഞാൻ ഈ നവോത്ഥാന സമിതിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് സുഗതൻ പറഞ്ഞത്. അത്രയും അദ്ദേഹത്തിന് പറയാം. പിന്നീട് നമ്മൾ കാണുന്നത് അവിടെ സമരത്തിൽ BJPക്കൊപ്പം അവിടെ പോകുന്നതും സ്ത്രീ പ്രവേശത്തെ അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്നതും പിന്നീട് ഈ നവോത്ഥാന സമിതിയിൽ താൻ ചേർന്നത് തന്നെ ഹിന്ദുത്വം പ്രചരിപ്പിക്കാനാണ് എന്നുകൂടി അദ്ദേഹം പ്രസ്താവിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഈ പുന്നല ശ്രീകുമാർ സമിതി കൺവീനർ ഈ നവോത്ഥാന സമിതിയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. അപ്പോഴും വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾ തന്നെയാണ്. അതായത് മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുന്നു എന്നുള്ള പ്രതികരണം വന്ന ശേഷമാണ്. പിന്നെ നമ്മൾ കാണുന്നത് 2024 കഴിഞ്ഞ വർഷം ഹുസൈൻ മടവൂർ രാജിവെച്ചതും ഇതേ തരത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തെ വിമർശിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അവർക്കെതിരായ പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടത്തിയതിൻ്റെ ഘട്ടത്തിലാണ്. പിന്നീട് ഇപ്പോൾ അറിയാനാകുന്ന വെള്ളാപ്പള്ളി നടേശൻ അതിൻ്റെ പ്രസിഡന്റ്, P രാമഭദ്രൻ ജനറൽ സെക്രട്ടറി, K സോമപ്രസാദ് ട്രഷറർ, ഡോക്ടർ ഷീന ഷുക്കൂർ വൈസ് പ്രസിഡന്റ്, വിനീത വിജയൻ ദളിത് പ്രതിനിധി, ഇത്രയും പേരാണ് ഇപ്പോൾ ഉള്ളതെന്ന് കേൾക്കുന്നു. സമിതി ഇടയ്ക്കിടയ്ക്ക് യോഗം ചേരുന്നുണ്ടാകാം. എന്തായിരിക്കാം വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ നവോത്ഥാന സംരക്ഷണ സമിതി ചർച്ച ചെയ്യുന്നതെന്നറിയാനൊരു കൗതുകമുണ്ട്. എന്ത് തരത്തിലുള്ള നവോത്ഥാനമാണ് ആ സമിതി മുന്നോട്ട് വെക്കുന്നത്? ബാക്കി ആരെയും ഞാൻ പറയുന്നില്ല. വെള്ളാപ്പള്ളി നേതൃത്വം നൽകുന്ന ആ നവോത്ഥാന സംരക്ഷണ സമിതിയിൽ എന്തായിരിക്കും ചർച്ച? എന്ത് നവോത്ഥാനമാണ്? ഇവിടെ മുസ്ലിം ന്യൂനപക്ഷത്തിന് എല്ലാം കിട്ടുന്നു, ഞങ്ങൾക്കിതാ ഒന്നും കിട്ടുന്നില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം 30 വർഷം മുമ്പാണല്ലോ അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കുന്നത്. അതിൻ്റെ ആഘോഷത്തിലേക്കാണല്ലോ പോകുന്നത്. ആ 30 വർഷം മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയതാണത്രേ. അപ്പോൾ 30 വർഷമായിട്ട് അദ്ദേഹത്തിന് സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ലേ? അന്ന് മുതൽ പറയുന്നത് എൻ്റെ സമുദായത്തോട് അവഗണന എന്നാണ്, സംഘടിത ശക്തിയാകുന്നില്ല നമ്മുടെ സമുദായം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമം പറച്ചിൽ ഈ 30-ാം വർഷവും അദ്ദേഹം തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അദ്ദേഹം സമുദായത്തിന് ചെയ്തത് എന്ന് സമുദായത്തിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഈ സംഘടനയിൽ നിന്ന് പുറത്തു പോയവർ പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ സംഭാവന? ഇപ്പോൾ അദ്ദേഹം പറയുന്നല്ലോ, മലബാറിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചില്ല. ഈ 9 വർഷമായി അദ്ദേഹത്തിന് പരാതിയില്ല. 9 വർഷം മുമ്പുണ്ടായിരുന്ന സർക്കാർ തനിക്കത് അനുവദിച്ചില്ല എന്നുള്ളൊരു പരാതി അദ്ദേഹം അവിടെ പോയി പറയുമ്പോൾ മലപ്പുറത്തിനെതിരെ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ വടക്ക് വിടട്ടെ, തെക്ക് അദ്ദേഹം തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കണം. സ്വാശ്രയ മേഖലയിൽ അവർക്ക് ഇപ്പോൾ 15ഓളം സ്ഥാപനങ്ങളുണ്ട്. എല്ലാ സ്ഥലത്തും തുടങ്ങാൻ ആവശ്യപ്പെട്ടത് ഈ എന്താ പറയുക, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് SNDP യോഗം ഇട്ടിട്ടല്ല. അത് യൂണിയനുകളോട് നിങ്ങൾ തുടങ്ങിക്കോളൂ, നിങ്ങൾ സ്ഥലം മേടിക്കൂ, നിങ്ങൾ പിരിക്കൂ. അതായത് അത് ഓരോ സ്ഥലങ്ങളിലെയും സമ്പന്നരുണ്ടെങ്കിൽ അവരെയൊക്കെ ചേർത്ത് അവരുടെ പണം പിരിച്ചൊരു ട്രസ്റ്റ് തുടങ്ങും, അങ്ങനെ തുടങ്ങൂ എന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ പല സ്ഥാപനങ്ങളും മുന്നോട്ട് പോകാൻ ആവാത്ത വിധത്തിൽ പൂട്ടിപ്പോയിട്ടുണ്ട്. പൂട്ടിപ്പോയ സ്ഥാപനങ്ങളുടെ കണക്കുണ്ട്. കോതമംഗലത്തുള്ള സംവിധാനം അവിടെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. കോട്ടയത്ത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. അടിമാലിയിൽ SNDP യൂണിയൻ തുടങ്ങിയ പുല്ലുകണ്ടത്തെ കോളേജ് അത് തുടങ്ങി, അത് യൂണിയൻ കടബാധ്യതയിലാണ്. അങ്ങനെ 15 എണ്ണത്തിൽ 10% കൂടുതൽ നശിച്ചിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ. ലാഭമുള്ളതെല്ലാം മറ്റേ കൂടെ കൂട്ടുകയും ചെയ്യും. അതെ, ട്രസ്റ്റ് ഉണ്ടല്ലോ, ട്രസ്റ്റിൻ്റെ കൂടെ കൂട്ടും. അപ്പോൾ ട്രസ്റ്റിൻ്റെ കാര്യത്തിൽ ട്രസ്റ്റിന് കുറച്ച് പണം എടുത്ത് അതിനെ ഒന്ന് നന്നാക്കാം എന്നുള്ള അഭ്യർത്ഥന വെച്ചിട്ടും അദ്ദേഹം അത് സമ്മതിച്ചിട്ടില്ല. അപ്പോൾ സ്ഥലം പോലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വാങ്ങാൻ പറഞ്ഞിട്ട് യൂണിയൻ പ്രതിനിധികളെ കടക്കണിയിലാക്കിയിരിക്കുന്ന നേതാവാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ 30-ാം വർഷമാണ് ഇവിടെ ആഘോഷിക്കാൻ പോകുന്നത്.
അതാണ് തെക്കിലുള്ള സ്ഥിതി. ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് അവരെ കൂടി അതിൻ്റെ ഭാഗമാക്കി, അവർക്കൊരു ചെറിയ തുക കൊടുത്താൽ മതി, അവരെ കൂടി അതിൻ്റെ ഭാഗമാക്കി നമുക്ക് ട്രസ്റ്റിനോട് ചേർത്താൽ ഈ കോളേജുകളൊക്കെ നന്നായി നടത്താൻ പറ്റും എന്നുള്ള അഭിപ്രായം അവിടെ നിന്ന് ഉയർന്നിട്ടും അത് കേൾക്കാൻ തയ്യാറായിട്ടില്ല. വടക്കോട്ടേക്ക് അത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുമില്ല. ഇനി ഈ പറയുന്ന മൈക്രോ ഫിനാൻസിൻ്റെ സംഭവം എന്താണ്? BSന്റെ കാലത്താണല്ലോ കേസ് വന്നത്. ഇപ്പോഴും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അതിങ്ങനെ നീളുകയാണ്. ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഏജൻസി സ്വർണ്ണക്കടത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അത് നീങ്ങുന്നില്ല. ഇതുവരെയും അതിന്മേലൊരു കുറ്റപത്രം കൊടുത്തിട്ടില്ല. അതാണ് അതിൻ്റെ സ്ഥിതി. അപ്പോൾ അത് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് നല്ലൊരു ആശയമായിരുന്നു, അതെങ്ങനെ നടപ്പാക്കണം എന്നുള്ള അഭിപ്രായമൊക്കെ അതിനകത്തു നിന്നുള്ളവർ തന്നെ പറഞ്ഞതാണ്. ശ്രീനാരായണ മൈക്രോ ക്രെഡിറ്റ് കോർപ്പറേഷൻ കമ്പനി എന്നൊരു കമ്പനിയായിട്ട് തുടങ്ങുകയാണെങ്കിൽ നല്ല നേട്ടമുണ്ടാകും, നല്ല ഫലമുണ്ടാകും എന്നുള്ള രൂപത്തിൽ അതിനോട് പറഞ്ഞാണ്. പക്ഷേ അത് കൈവിട്ടുപോയി, പലയിടത്തും അത് വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാക്കി. അങ്ങനെ ഇപ്പോൾ അത് കേസിലേക്ക് പോകുന്നതിൻ്റെ ഉത്തരവാദിത്വവും വെള്ളാപ്പള്ളി നടേശൻ എന്ന ഒറ്റ നേതാവിലാണ് എന്നുള്ളതാണ് അതിനകത്തുനിന്ന് തന്നെ വരുന്ന വിമർശനം. ഇതൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ അത് ചെയ്യുന്നില്ല. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥിതി അതാണ്. എന്നിട്ട് കിട്ടുന്നില്ല, വടക്ക് കിട്ടുന്നില്ല. അത് മുസ്ലിം ന്യൂനപക്ഷം എടുത്തുകൊണ്ട് പോവുകയാണ്. അവർ നടത്തുന്ന സ്ഥാപനങ്ങൾ നന്നായി കൊണ്ടുപോകുന്നു എന്നുള്ളത് അവർ ചെയ്യുന്നു, അതിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്, അതിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതേ രീതിയിൽ ചെയ്യാൻ ഇദ്ദേഹം ഇവിടെ തയ്യാറാകുന്നില്ല. അപ്പോൾ ആ പണമൊക്കെ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള അന്വേഷണത്തിലേക്കൊന്നും പോവുകയില്ല. യഥാർത്ഥത്തിൽ ഈ ഇഴവ വോട്ട് മുഴുവൻ വെള്ളാപ്പള്ളിയുടെ കയ്യിലാണ് എന്ന രൂപത്തിൽ ഇടതുപക്ഷം തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണോ? വെള്ളാപ്പള്ളി അല്ലാതെ ഒരു നേതാവിന് ഈ രൂപത്തിൽ ഇത്രയും വർഗീയമായ പരാമർശം നടത്തിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇവിടെ ശോഭാ സുരേന്ദ്രന് വോട്ട് മേടിക്കാൻ വെള്ളാപ്പള്ളിയും ഭാര്യയും കൂടി വോട്ട് ചോദിക്കാൻ വീടുകൾ കയറി നമ്മൾ കണ്ടതാണ്. ആ വെള്ളാപ്പള്ളിയുടെ 30 വർഷം ആഘോഷിക്കാൻ, അതിൻ്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോവുകയാണെങ്കിൽ അത് ഈ കേരളത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൽ എന്താണ് തീരുമാനം? BJPക്കെതിരായ നിലപാട് ഘടിപ്പിക്കാൻ എല്ലാവരുമായി കൈകോർക്കണം, അതിന് ഉള്ള ആലോചനകൾ ഉണ്ടാകുന്നത്. അപ്പോൾ BJPക്ക് ഗുണം ചെയ്യുന്ന വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ഒരു നേതാവിനെ എങ്ങനെയാണ് സഹിക്കുക? എന്നിപ്പോൾ MA ബേബി പുതിയ ജനറൽ സെക്രട്ടറി അതിനോട് വളരെ മിതമായിട്ടാണ് പരിഹരിച്ച് ഇങ്ങനെ പറയരുത് എന്ന് മാത്രമാണ് പറയുന്നത്. അതിലപ്പുറം പറയാൻ തയ്യാറാകുന്നില്ല. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിൽ പറയേണ്ടത്. ഈ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന കണക്ക് എത്രത്തോളം ശരിയാണ് എന്നൊരു ചോദ്യം കൂടിയില്ലേ? യഥാർത്ഥത്തിൽ ഈഴവർക്ക് ഇവിടെ പ്രാതിനിധ്യം ഉണ്ടായിട്ടില്ലേ? സർക്കാരുകളിൽ, വിവിധ സർക്കാരുകളിൽ കൃത്യമായി പ്രാതിനിധ്യമുണ്ട്. 2006 മുതൽ 2011 വരെ VSന്റെ ഭരണമാണ്. അന്ന് CPയുടെ 4 മന്ത്രിമാർ ഈഴ വിഭാഗത്തിൽ നിന്നാണ്. ബിനോയ് വിശ്വം, KP രാജേന്ദ്രൻ, മുല്ലക്കര, C ദിവാകരൻ. അപ്പോൾ ലീഗ് ചോദിച്ചില്ലല്ലോ എന്തിനാണ് ഇത്രയും ഈഴവ മന്ത്രിമാരെന്ന് ലീഗ് ചോദിച്ചോ? അപ്പോൾ തിരിച്ച് ലീഗ് 5 മന്ത്രിമാരെ ചോദിച്ചു എന്നുള്ളിടത്താണ് അദ്ദേഹം വർഗീയ പരാമർശം വന്ന് തുടങ്ങിയത്. ഇങ്ങനെ പറയാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് പറയുന്ന രീതി ബാക്കിയുള്ളവരും എടുത്തിട്ടെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? അപ്പോൾ കിട്ടിയില്ല എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ വാദം യഥാർത്ഥത്തിൽ ഈഴവ സമുദായത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാദങ്ങളല്ല, അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്ന രൂപത്തിൽ തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ഒരു അധ്യാപകനായി ജോലി കിട്ടാൻ എത്രയാണ് കൊടുക്കേണ്ട ഒരു ജോലിക്ക് എന്നുള്ളത് കണക്കന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാം. ചെറിയ ലക്ഷങ്ങളുടെ കണക്കല്ല, അവർക്കകത്ത് തന്നെ പറയണത്. ആരും പരാതി പറയില്ല, കാരണം ആ ലക്ഷം കൊടുത്തിട്ടാണല്ലോ ജോലിക്ക് കയറുന്നത്. 75ൻ്റെയും 65 ലക്ഷങ്ങളുടെയും കണക്കുകളൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്, പരിശോധിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ സമുദായത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ തുടങ്ങുന്ന ഈ സ്ഥാപനങ്ങളിലും സമുദായത്തിലെ ഭാഗമായുള്ളവർ ജോലിക്ക് അപേക്ഷിച്ചാൽ അവർക്കവിടെ ജോലി കിട്ടുമോ? അവർക്ക് നന്നായി ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യമാണോ ഉണ്ടാക്കുന്നത്? പണം കൊടുത്തിട്ടാണോ ജോലി ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ സർക്കാരിൻ്റെ മുന്നിലേക്ക് വെക്കുകയാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി വിട്ടു നിൽക്കേണ്ടതാണ്. അങ്ങനെ ഒരു ധീരമായ നിലപാട് എന്ന് തന്നെ പറയും. കാരണം ഒരു തെറ്റിദ്ധാരണയിലാണ് ഈ ഇഴവ് വോട്ട് മുഴുവൻ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലാണ് എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. അത് എത്രത്തോളം ആത്യന്തികമായി ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. വിട്ടു നിൽക്കേണ്ടതാണ് എന്ന അഭിപ്രായം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. Meet the editors.